പച്ചപ്പരവതാനി വിരിച്ച താഴ്വരകളും നീലപ്പട്ടുടുത്ത തടാകങ്ങളും മഞ്ഞ് പുതച്ച പർവ്വതനിരകളും. ഇത് സ്വിറ്റ്സർലൻഡ്. ജനാലയ്ക്കപ്പുറം വിരിയുന്ന ഈ അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഒരു ട്രെയിൻ യാത്ര. നമ്മുടെ കണ്ണുകൾക്ക് വിരുന്നൊരുക്കി ഓരോ ദൃശ്യങ്ങളും മാറി മറയുന്നത് കാണാം. ഇത് വെറുമൊരു യാത്രയല്ല, പ്രകൃതി എഴുതിയ മനോഹരമായ കവിതയിലൂടെ ഒരു സഞ്ചാരമാണ്. ഇപ്പോൾ ട്രെയിൻ കടന്നു പോകുന്നത് പച്ചപ്പിന്റെ വന്യമായ സൗന്ദര്യത്തിലേക്കാണ്. യാത്രകൾ ഇഷ്ടമില്ലാത്തതായി ആരുണ്ട്? സ്വിറ്റ്സർലൻഡിന്റെ മനോഹാരിത ആസ്വദിക്കാൻ ട്രെയിൻ യാത്രയേക്കാൾ മികച്ച വഴിയുണ്ടോ? പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിനാൽ ഇവിടുത്തെ അന്തരീക്ഷം അതീവ ശുദ്ധമാണ്. മലഞ്ചെരുവുകളിൽ സ്വിസ് ഗ്രാമങ്ങൾ കാണാം. ഈ വീട് കണ്ടോ? ഒരു പെയിന്റിംഗ് പോലെ തോന്നും. ഈ പുൽമേടുകളിൽ നിറയെ കാട്ടുപൂക്കളും കാണാം. വെൽവെറ്റ് പോലുള്ള ഈ പുൽമേടുകൾ സഞ്ചാരികളുടെ കണ്ണുകൾക്കൊരു വിരുന്നാണ്. അങ്ങ് ദൂരെ പുൽമേടുകളിൽ പശുക്കൾ സ്വതന്ത്രമായി മേഞ്ഞു നടക്കുന്നത് കാണാം. പശുക്കൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴുത്തിൽ വലിയ മണി കെട്ടിക്കൊടുക്കാറുണ്ട്. ഇന്നിതൊരു വലിയ വിനോദസഞ്ചാര ആകർഷണം കൂടിയാണ്. ഇവിടെ ട്രെയിനിന്റെ ജനാലയിലൂടെ ഒരു തണുത്ത കാടിന്റെ ദൃശ്യം കാണാം. ഉയരമുള്ള കോൺഫറൻസ് മരങ്ങൾ നിശബ്ദമായി കാവൽ നിൽക്കുന്നത് പോലെ തോന്നും. ഇനി പർവ്വതങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞു കിടക്കുന്ന നീല തടാകങ്ങൾ കാണാം. ആകാശത്തിന്റെ നീല നിറം വെള്ളത്തിലേക്ക് വീണതുപോലെ. സുതാര്യമായ നീല നിറവും നിശബ്ദതയും ചേർന്ന് ഈ തടാകങ്ങൾ ശാന്തമായ ഒരു കവിത പോലെ തോന്നുന്നു. ഹിമാനിയിൽ നിന്നുള്ള ശുദ്ധമായ വെള്ളവും അതിലടങ്ങിയിരിക്കുന്ന പ്രത്യേക ധാതുക്കളുമാണ് ഈ തടാകങ്ങൾക്ക് ഇത്ര ഭംഗി നൽകുന്നത്. പ്രകൃതിയുടെ ഈ അത്ഭുതം നേരിട്ട് കാണുന്നത് ഒരു മാന്ത്രിക ലോകത്തെത്തിയ അനുഭൂതിയാണ് നൽകുന്നത്. മിക്ക തടാകങ്ങളിലും ബോട്ട് യാത്രയ്ക്കുള്ള സൗകര്യവുമുണ്ട്. തടാകത്തിന്റെ ആഴത്തിനനുസരിച്ച് വെള്ളത്തിന്റെ നിറം മാറിക്കൊണ്ടേയിരിക്കും. തടാക തീരത്തുള്ള ഈ കുഞ്ഞു ഗ്രാമങ്ങളിലേക്ക് നമുക്കിനി പോകാം. ഭൂരിഭാഗവും തടി കൊണ്ടുണ്ടാക്കിയ വീടുകൾ. ചരിഞ്ഞ മേൽക്കൂരകൾ മഞ്ഞ് വീഴുമ്പോൾ തങ്ങി നിൽക്കാതെ താഴേക്ക് പതിക്കാൻ സഹായിക്കുന്നു. തടാകങ്ങളെയും ഗ്രാമങ്ങളെയും ബന്ധിച്ചുകൊണ്ട് പർവ്വതനിരകളിലൂടെ ചുറ്റിപ്പിണഞ്ഞു പോകുന്ന റോഡുകൾ മറ്റൊരു മനോഹര കാഴ്ചയാണ്. ഇതുപോലെ ശാന്തമായ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണോ? അഭിപ്രായം പറയണേ. ഇടയ്ക്ക് നീളത്തിൽ പാലങ്ങൾ കാണാം. ഒരു കരയെ മറ്റൊരു കരയെ ബന്ധിപ്പിക്കുക മാത്രമല്ല, നിർമ്മാണ വൈവിധ്യത്തിന്റെയും പ്രകൃതി ഭംഗിയുടെയും അടയാളങ്ങൾ കൂടിയാണ്. ഇനി അടുത്തതായി മഞ്ഞുമലകൾക്കിടയിലൂടെയുള്ള യാത്രയിലെ ഏറ്റവും പ്രശസ്തമായ ടോപ്പ് ഓഫ് യൂറോപ്പിലേക്ക് പോകാം. ഈ സ്ഥലം യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഗ്ലാസ് ജനാലയിലൂടെ പുറത്തെ മഞ്ഞുമലകളുടെ ദൃശ്യം ആസ്വദിക്കും. മുകളിലെത്തുമ്പോൾ മറ്റൊരു ലോകത്തെത്തിയതുപോലെ തോന്നും. ടോപ്പ് ഓഫ് യൂറോപ്പ്. ഇവിടെ മഞ്ഞുപാളികൾ തുരന്നുണ്ടാക്കിയ ഗുഹയ്ക്കുള്ളിൽ നിർമ്മാണത്തിൽ സഹായിച്ചവരുടെ പേരുകൾ കാണാം. അതുപോലെ മഞ്ഞിൽ കൊത്തിയെടുത്ത ശില്പങ്ങളും കാണാം. ടോപ്പ് ഓഫ് യൂറോപ്പിൽ വർഷം മുഴുവൻ ഐസ് ആയിരിക്കും. പരന്നു കിടക്കുന്ന ഹിമാനികൾ പ്രകൃതിയുടെ ഒരു വെളുത്ത വിസ്മയം. ഇനി കേബിൾ കാറിൽ തിരിച്ച് താഴേക്ക്. വലിയ ഗ്ലാസ് ജാലകങ്ങൾ ഉള്ള ഈ കേബിൾ കാറിൽ ഇരുന്നാൽ പർവ്വതത്തിന്റെ ചെങ്കുത്തായ ഭാഗങ്ങൾ തൊട്ടടുത്ത് കാണാം. താഴെ പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന താഴ്വരയും സ്വിസ് വീടുകളും കളിപ്പാട്ടങ്ങൾ പോലെ മനോഹരമായി തോന്നും. ഈ സ്വിസ് ട്രെയിൻ യാത്രകൾ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ കുറച്ച് സുന്ദരമായ ഓർമ്മകളാണ് നമുക്ക് നൽകുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.